ഹലോ, നമുക്കിന്ന് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാപ്സിക്കം, ക്യാരറ്റ്, ടൊമാറ്റോ ഇതൊക്കെയാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ കോൺ, ക്യാബേജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സോസുമായി മിക്സ് ചെയ്യുന്നുണ്ട്. സോസ് എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മയനീസും ക്രീം ചീസും കൂടിയാണ്. നമുക്കിതിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഞാനതിൽ കെച്ചപ്പ് ഇല്ലാതെ കാരണം ഇച്ചിരി ചില്ലി സോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്കൊരു ക്രീമി ടെക്സ്ചറായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് പാനിലേക്ക് ഗീയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെറിയ വലിയ ദോശയായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ മിനി ദോശയായിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഗീ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് കുറച്ചായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ കഴിക്കാനോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനോ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. എന്നും ദോശയും ഇഡ്ഡലിയൊക്കെ ഒന്ന് വെറൈറ്റിയായി കാണുമ്പോൾ അവർക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ അവരെ കൊണ്ട് വെജിറ്റബിൾസ് കഴിപ്പിക്കാനും പറ്റിയ ഒരു ഹെൽത്തി ആയ ഒരു വഴി. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. എന്നും ഇഡ്ഡലി ദോശ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും, അവർ കഴിക്കും. ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് അതിൻ്റെ മുകളിൽ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ചീസ്, ഞാനിപ്പോൾ ചീസ് ലെറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസയുടെ മുകളിലൊക്കെ ഇടുന്ന ചെറാ ചീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതായാലും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചീസ് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് നമ്മുടെ മിനി ചീസി ദോശ റെഡി ആയിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു ആൻഡ് ബൈ ബൈ.